വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട്ടിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് നാശം. വ്യാഴാഴ്ച രാത്രിയിൽ 4 ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിൽ 3 ആടുകൾ ചത്തുപോവുകയും ഒന്നിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട് പുന്നമറ്റത്തിൽ സെബിന്റെ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് അജ്ഞാതജീവി ആക്രമിച്ചു കൊന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. 3 ആടുകളെ കടിച്ചു കൊല്ലുകയും ഒന്നിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തതോടെ 1 ലക്ഷം രൂപയിലധികം നഷ്ടമുണ്ടായതായി ഉടമ സെബിൻ പറഞ്ഞു. രാവിലെ പശുവിനെ കറക്കാൻ വന്നപ്പോഴാണ് ഈ ആട് ഒരെണ്ണം കൂട്ടിനകത്ത് പരിക്കളോടെ കിടക്കുന്നതും ബാക്കി 3 ആടുകളെ തപ്പി നോക്കിയപ്പോൾ പറമ്പിക്കൂടെ വലിച്ച് ചത്തതായിട്ടാണ് കിടക്കുന്നതും. ഒരെണ്ണത്തിനെ എന്താണെന്ന് അറിയത്തില്ല, ഏതോ അജ്ഞാത ജീവി വന്ന് വലിച്ച് കൊണ്ടുപോവുകയും ഒരെണ്ണത്തിനെ കണ്ടു കിട്ടിയിട്ടില്ല, തപ്പിയിട്ട് ഇതുവരെയായിട്ടും. എനിക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപ മുകളിലായിട്ട് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ പ്രദേശത്ത് ഞാൻ വന്ന് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത് ഏതോ വന്യജീവിയുടെ ആക്രമണമാണ്, ഏതോ അജ്ഞാത ജീവിയുടെ ഒരു ആക്രമണമാണ്. കടുവയോ പുലിയൊന്നുമല്ല, വൈൽഡ് ഡോഗ് ആണോ എന്ന ഒരു സംശയത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വൈൽഡ് ഡോഗ് ഇപ്പം നമ്മുടെ പ്രദേശത്തും അതുപോലെ മൂന്നാറ് ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ കോറിഡോർ വഴി അവർ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈൽഡ് ഡോഗിൻ്റെ ഒരു അറ്റാക്കാണ് എന്ന ഒരു സംശയത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ മറ്റു ചില വീടുകളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. ജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ് ഇവിടെ. കാരണം ഇതുപോലെ പുറത്തിറങ്ങാൻ മേലാത്ത ഒരു വലിയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ വരികയും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരിവിടെ വരികയും അതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ അത് കടുവയും പുലിയുമല്ല എന്നുള്ള രീതിയിലേക്ക് നിഗമനം എത്തിയിരിക്കുകയാണ്. പക്ഷേ അത് എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള ഒരു പ്രതിവിധി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഒരു വലിയ നഷ്ടമാണ് സെബിനിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം നിരന്തരമുള്ള വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.